നമസ്കാരം. തള്ളിമറിക്കലുകളുടെ കുറച്ച് ദിവസങ്ങൾ ഇനി നമ്മൾ സഹിച്ചേ പറ്റൂ. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഇനിയിപ്പോ മുഴുനീള പരസ്യം, ഫ്രണ്ട് പേജ് മൊത്തത്തിലുള്ള പരസ്യം, നാട്ടുകാരുടെ കുറെ പണം കൂടി എടുത്ത് ദീപാവലികൾ, അവസാനത്തെ ദീപാവലികളിയാണ്. അതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വിലസുന്നത്, ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, വിലസുന്നത് നമ്മുടെ കളമശ്ശേരി മന്ത്രിയാണ്. രാസാവിന്റെ പ്രകടനമാണ്. നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ പാർലമെന്റിൽ വന്ന കണക്ക്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്തവരുടെ സംസ്ഥാനങ്ങളിൽ കേരളം 2ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഉത്തരാഖണ്ഡ്. നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത, കേട്ടിട്ടുണ്ടാവും, ഹിമാചൽ പ്രദേശ്, ഹിമാലയത്തിന്റെയൊക്കെ താഴ്വാരത്തിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശത്ത് തൊഴിലുണ്ടാക്കാനൊക്കെ വലിയ പാടാണ്. അവരാണ് ഇന്ത്യയിൽ നമ്പർ 1. അത് കഴിഞ്ഞ് കേരളം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം എന്നൊക്കെ പാടിപ്പഴകിയതല്ലാതെ 2ാം സ്ഥാനമാണ് തൊഴിൽ. അതും ഈ ലോകം മുഴുവൻ വിദേശത്ത് പോയി എങ്ങനെയും ജീവിക്കാൻ പുറപ്പെട്ട ലക്ഷങ്ങൾ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ പേരിൽ ലക്ഷങ്ങൾ മുടക്കിപ്പോയ 10,000-ങ്ങൾ, ഇവരെല്ലാം പൊയ്ക്കഴിഞ്ഞിട്ടും നാട്ടിലുള്ള അവശേഷിക്കുന്നവരുടെ എണ്ണത്തിൽ നിന്നാണ് തൊഴിലില്ലാത്തവരുടെ പട ഇന്ത്യയിൽ 2ാം സ്ഥാനം. ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു, വ്യവസായ മന്ത്രിയെ, കളമശ്ശേരി മന്ത്രിയോട് ചലഞ്ച് ചെയ്യുന്നു. തമിഴ്നാട് സർക്കാർ പറഞ്ഞതുപോലെ ഒരു കണക്ക് നിങ്ങൾ വ്യക്തമാക്കുക. തമിഴ്നാട് MOUs have been signed to create a total of 36.52 lakh jobs. MOU മാത്രമാണ്. നമ്മുടെ മന്ത്രി MOU ഒപ്പിട്ടതുപോലെ അവരും കുറെ MOU ഒപ്പിട്ടു. അതിലൂടെ അവർ ക്രിയേറ്റ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നത് 36.52 ലക്ഷം തൊഴിലാണ്. ഈ കണക്കല്ല, ഈ കണക്ക് നമുക്ക് വിടാം. കാരണം അത് MOU കണക്കാണ്. നമ്മുടെ മന്ത്രി പറയുന്ന MOU കണക്കിലൊന്നും ഒരു വിശ്വാസമില്ല. അവർ രണ്ടാമതൊരു കണക്ക് പറയുന്നുണ്ട്. ഔട്ട് ഓഫ് വിച്ച് ഈ 36.52 നിന്നും 29.63 29.63 lakh jobs have been created in the last 5 years as per EPFO data. EPFO ഡാറ്റ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻസ് ഡാറ്റ. പ്രോവിഡന്റ് ഫണ്ട് അടയ്ക്കുന്ന ഇനത്തിൽ ആ സംഘടന, പ്രോവിഡന്റ് ഫണ്ട് അധികാരികൾ പുറത്തുവിട്ട കണക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ ESIയും പ്രോവിഡന്റ് ഫണ്ടും അടച്ചാലാണ് അതൊരു ജോലിയായിട്ട് പരിഗണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ 36 ലക്ഷം പറഞ്ഞെടുത്ത് 29.63, 30 പറയുന്നില്ല, 29.63 ലക്ഷം പേർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞു എന്ന് തമിഴ്നാടിന് ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന കേന്ദ്ര സർക്കാരിന്റെ സംഘടന കണക്ക് പുറത്തുവിട്ടു. ഇങ്ങനെ ഒരു കണക്ക്, ഇതാണ് ആധികാരികമായ കണക്ക്. ഇതുപോലൊരു കണക്ക് നമ്മുടെ വ്യവസായ മന്ത്രിക്ക് കഴിഞ്ഞ 5 വർഷ കാലയളവിനുള്ളിൽ കേരളത്തിൽ EPFOയുടെ കണക്ക് പുറത്തുവിടാൻ പറ്റുമോ? ചലഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഭരണം എന്ന് പറയുന്നത് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്, ഇന്ത്യക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ അവസാനം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അവിടെ ഉദ്ഘാടനം, ഇവിടെ ഉദ്ഘാടനം, അവിടെ MOU, ഇവിടെ MOU, ഇതൊന്നും ഒരു കാര്യമില്ല. ഇത് കുറെ കണ്ടവരാണ് ഞങ്ങൾ. ഈ തട്ടിപ്പ്, ഇത് അവസാനം തട്ടിപ്പ് തന്നെയാണെന്ന് ഓരോ കണക്കുകളിലൂടെ ഓരോ ദിവസവും നമ്മൾ പൊളിച്ചെഴുതുകയാണ്. ഏത് പട്ടുമെത്തയിൽ കിടന്നാലും സുഖമായി ഉറങ്ങണമെങ്കിൽ അവനവന്റെ കൈ തലയ്ക്ക് താങ്ങാവണം. അതുപോലെ നമ്മൾ സ്വന്തമായി അധ്വാനിച്ച്, സ്വന്തമായി പഠിച്ച് ഓരോ സ്ഥാനങ്ങളിൽ എത്തിയാൽ മാത്രമേ, അല്ലാതെ ഒരു സർക്കാരും നമുക്ക് സൗജന്യമായി ഒരു തൊഴിൽ നമ്മുടെ കയ്യിൽ കൊണ്ട് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കരുത്. ഇന്നത്തെ പത്രവാർത്ത കണ്ടപ്പോൾ എനിക്ക് ഇതോടൊപ്പം ചേർത്ത് വായിക്കണമെന്ന് തോന്നിയത്, നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ട് ഷിപ്പിംഗ് മേഖലയിൽ വിദഗ്ധ പഠനം, കുട്ടികൾ ഓൺലൈനായിട്ടുള്ള കോഴ്സുകൊണ്ട് അല്ലാതെയുമുണ്ട്. ഇത് പഠിച്ച് 1ാം തരം മിടുക്കരായി നല്ല മാർക്കോടുകൂടി പാസ്സായാൽ 10 കോടി കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ പോകുന്ന നമ്മുടെ പോർട്ട് നിങ്ങൾക്ക് തീർച്ചയായും
തൊഴിലവസരം നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് പറ്റിയ നമ്മുടെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയാണ് സർക്കാരിന്റെ തന്നെ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ്, ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, BSc നോട്ടിക്കൽ സയൻസ്, BBA പ്രോഗ്രാമുകൾ, MTech പ്രോഗ്രാമുകൾ, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, PG ഡിപ്ലോമ ഇൻ മറൈൻ എഞ്ചിനീയറിംഗ്, MBA പ്രോഗ്രാമുകൾ. പിന്നെയുള്ളത് ഓൺലൈനായിട്ട് MBA മാരിടൈം മാനേജ്മെന്റ് 2 വർഷം, PG ഡിപ്ലോമ ഇൻ മാരിടൈം ലോ 1 വർഷം. ഇങ്ങനെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ഇന്ത്യയിൽ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡുള്ള ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട പഠനം നടത്തുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ എൻട്രൻസ് അപേക്ഷ ഏപ്രിൽ 24 വരെ, എൻട്രൻസ് മെയ് 24. അപ്പോൾ എന്നെ ശ്രവിക്കുന്നവർ, അവരുടെ മക്കൾ, അവരുടെ ബന്ധത്തിലുള്ളവർ, അവരുടെ പരിചയത്തിലുള്ളവർ, അവരോടൊക്കെ കുട്ടികളോട് പറയുന്നത് ഒന്നാം തരം യൂണിവേഴ്സിറ്റിയാണ്, ഇന്ത്യൻ സാഹചര്യത്തിൽ ഒന്നാം തരം യൂണിവേഴ്സിറ്റിയാണ്. അതിന്റെ ഏതെങ്കിലും കോഴ്സുകൾ പഠിച്ചിറങ്ങിയാൽ തീർച്ചയായിട്ടും 2028 ആകുമ്പോൾ ഇവിടെ 57 ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യക്ഷമായ ഒരു ഇമ്പാക്ട് നമുക്ക് ദൃശ്യമാകും. അതോടൊപ്പം അടുത്ത 10 കോടിയിലുള്ള യാത്ര തുടങ്ങും. അതുകൊണ്ട് ഇത്തരം ഒരു കോഴ്സിലോട്ട് ചേർന്ന് ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ നേടുന്നത് നല്ല ജോലികൾ നേടാനുള്ള ഒരു സാധ്യതയായി നമ്മുടെ മുന്നിൽ ഉണ്ട്. അപ്പോൾ സർക്കാർ ഇതൊന്നും നൽകുമെന്ന് കള്ളക്കണക്കുകൾ നിരത്തുന്ന സർക്കാരുകൾ നമ്മുടെ കുട്ടികളെ എല്ലാം പറ്റിച്ച് അവരെ എല്ലാം ഒന്നാം തരം കയറ്റുമതി ചരക്കായി വിമാനത്തിലൂടെ കയറ്റിവിടുകയാണ്. എന്നിട്ട് അവരിവിടെ സസുഖം വാഴുകയാണ്. ഇനി ഭരണം നഷ്ടപ്പെട്ടാലും MLA പെൻഷനും മന്ത്രി പെൻഷനുമായിട്ട് അതിനേക്കാൾ അടിച്ചു പൊളിച്ച് ജീവിക്കാം. നമ്മുടെ ജീവിതം നമ്മുടെ കഴിവുകളും വിദ്യാഭ്യാസവും കൊണ്ട് മാത്രമേ നേടാൻ പറ്റുകയുള്ളൂ. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുള്ളവർ ഒരു മെസ്സേജ് അയയ്ക്കുക. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയണം. അല്ലാതെ വല്ല കാലത്തും പോയി ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് വെളിപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ട്. നമ്മുടെ പോർട്ട് മന്ത്രി പറയാണ് ഇവിടെ 140 ദിവസത്തെ സമരം സംഘടിപ്പിച്ചത് ദുബായ് കൊളംബോ പോർട്ടുകളാണ്. ഇത് പറയേണ്ട സമയത്ത് പറയണമായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് എന്താണ് കാര്യം? അതുപോലെ ഇവിടെ ഞങ്ങൾ പറയേണ്ട സമയത്ത് പറയുകയാണ്. അത്തരം പോർട്ടുകളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഗേറ്റ് തുറക്കാതെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു കാരണവശാലും നമ്മുടെ ഗേറ്റ് തുറക്കില്ല എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നലെയും 2-3 കപ്പലുകൾ, ഇന്നലെ ഒരു കപ്പൽ കടന്നുപോയി, ഇനി 2 കപ്പലുകൾ വരാനുണ്ട്. ഒന്ന് നമ്മുടെ അപ്പോളോ ടയർസ് ആണ്. അപ്പോളോ ടയർസിൽ നിന്ന് ഇറങ്ങുന്നതാണ് അക്ഷയ് പകർത്തിയ ചിത്രം. കളമശ്ശേരി, നമ്മുടെ കളമശ്ശേരി മന്ത്രിയുടെ കളമശ്ശേരി അപ്പോളോ ടയർസിൽ നിന്ന് ഇറങ്ങിയ കണ്ടെയ്നറാണ് ഇത്. അപ്പോളോ ടയർസിന്റെ മുതലാളിക്ക് ഡോളർ ലാഭപ്പെടുത്തിയാൽ എന്താണ്? ഇവിടെ കൂടുതൽ നിക്ഷേപം വരും. അങ്ങനെ നിക്ഷേപം വരാൻ പാടില്ല. ഇവിടെ ഒരു അധിക തൊഴിൽ സൃഷ്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? കണ്ടെയ്നർ വളഞ്ഞു ചുറ്റി കപ്പൽ എങ്ങോട്ടാണ് പോകുന്നത്? കൊച്ചി, കൊളംബോ, റോട്ടർഡാം. പോർട്ട് റോട്ടർഡാമിൽ അവസാനിക്കുന്നു. റോട്ടർഡാമിൽ നിന്ന് പിന്നീട് ട്രാൻസ്ഷിപ്മെന്റ് അല്ല, എന്തായാലും ഹിൻഡർലാൻഡ് കാർഗോയാണ്. ഒന്നുകിൽ നെതർലാൻഡ്സിനാവാം, അല്ലെങ്കിൽ ഉള്ളിലോട്ടുള്ള ഏതെങ്കിലും രാജ്യത്തോട്ട് ടയർ കയറ്റുമതി ടയർ ആയിരിക്കണമല്ലോ അപ്പോളോ ടയർസിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു കപ്പൽ നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ പോയി കൊളംബോയ്ക്ക് കാഴ്ചവെക്കുകയാണ്. കൊളംബോ എന്ന് പറഞ്ഞാൽ ആരാണ് നടത്തുന്നത് അതറിയാമല്ലോ. അങ്ങനെ അവരെ സഹായിക്കണം. പിന്നെ അടുത്തത് വരുന്നു ശ്രീനാഥും അക്ഷയും, 2 പേരും 2 കണ്ടെയ്നറുകൾ ചിത്രമെടുത്തത് ഒരേ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. 2 കണ്ടെയ്നറുകളാണ്, പക്ഷെ പോകുന്നത് ഒരേ കപ്പലിലാണ്. പോകുന്ന റൂട്ടും സെയിം ആണ്. എവിടെയാണ്? കൊച്ചി, കൊളംബോ, ആന്റ്വർപ്പ്, ബെൽജിയത്തെ ആന്റ്വർപ്പ്, അത് കഴിഞ്ഞ് ആദ്യമായിട്ട് റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗ്. അപ്പൊ നമ്മുടെ ഇവിടുന്ന് റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് വരെ കണ്ടെയ്നർ പോകുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ എവിടെയോ ഉള്ള കണ്ടെയ്നറാണ്. എന്തായാലും അത് പോകുന്നത്, ഇതിപ്പോ ദിവസം വൈകുന്നതല്ല. നമ്മുടെ ഗേറ്റ് തുറക്കാതെ ഇപ്പോ നമ്മുടെ വാസവൻ മന്ത്രി ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് ഗേറ്റ് തുറക്കാതിരുന്നതിന്റെ പിന്നിൽ ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ ഇപ്പോൾ വെളിപ്പെടുത്തണം. ആരാണ് നിങ്ങളെ കൂച്ചുവിലം കിട്ടിയിരിക്കുന്നത്? ഇപ്പോഴും ഇവിടെ വരേണ്ട കണ്ടെയ്നറുകൾ ഇവിടെ 2 തൊഴിൽ കൂടുതൽ കിട്ടാവുന്ന വിധത്തിൽ ഗേറ്റ് തുറക്കാതെ, ഗേറ്റ് തുറന്നിരുന്നെങ്കിൽ 2 കുട്ടികൾക്കെങ്കിലും ജോലി കൂടുതൽ കിട്ടുമായിരുന്നു. അത് തുറക്കാതെ
താഴിട്ടുകൊണ്ട് ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ കൂടി തന്നെ കപ്പലുകളെ കടത്തിവിടുന്നത് ആരെ സഹായിക്കാനാണെന്ന് ചുണയുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തണം.